അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് വിത്ത് ഷാന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തുന്ന കുറച്ച് ബോഗൻവില്ല കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാനും അവ നന്നായി പൂക്കൾ കൊണ്ട് നിറയാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബോഗൻവില്ല കളക്ഷൻസ് കാണാം. ഇത് വരുന്നത് ലൈറ്റ് ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ബോഗൻവില്ലയാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാകും, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ലൈറ്റ് ഓറഞ്ചാണ് ഇത് ഷെയ്ഡ് വരുന്നത്. ഇപ്പോൾ ഇത് പൂവിടുമ്പോൾ നല്ല കളർ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കളറ് ഒരു കുറവായിട്ട് തോന്നുന്നത്. ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ്. ഇത് നല്ല വെള്ള കളറിൽ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതെല്ലാം ഹൈബ്രിഡ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് എല്ലാം ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലവണ്ണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവർക്ക് നല്ലവണ്ണം സൂര്യൻ്റെ പ്രകാശം കിട്ടണം, എന്നാലേ നന്നായിട്ട് പൂവിടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം നടത്താറുള്ളൂ. ഞാൻ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടിയാണ് മിക്സ് ചെയ്തിട്ട് ഇവ കൊടുക്കാറ്. അപ്പോൾ ചെയ്താൽ നല്ലവണ്ണം പൂക്കൾ വിടർന്ന് നിൽക്കും കേട്ടോ, നന്നായിട്ട് പൂവിടും. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണല്ലേ, വെള്ള. നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയ വളങ്ങളാണ് നമ്മുടെ ബോഗൻവില്ലയ്ക്ക് പൂക്കൾ കൊണ്ട് നിറയാൻ ഏറ്റവും ഉത്തമം കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രൂണിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്യാറുണ്ട്. അതായത് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ കൊണ്ട് നിറയുള്ളൂ. നമ്മൾ മൺസൂണിന് മുമ്പും ശേഷമാണ് കേട്ടോ അത് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ നല്ല മറൂൺ കളറിൽ വരുന്ന ഈ ബോഗൻവില്ല പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പൂവിട്ട് കഴിഞ്ഞിട്ടായിരിക്കണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം ഇതിലൊരു റോസ് കളർ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് നല്ല കട്ട മറൂൺ കളറാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടോ, വിരിയാൻ തുടങ്ങുന്ന പൂ കണ്ടറിയാൻ കാണിച്ചു തരാം. നോക്കൂ, നല്ല ബീട്രൂട്ട് കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ നടുവിൽ നല്ല വെളുത്ത കളറുള്ള പൂ കാണാറുണ്ട് കേട്ടോ. ഇത് വിരിഞ്ഞ് വരുമ്പോൾ മുട്ടായി നിൽക്കുമ്പോഴാണ് ഏറ്റവും ഭംഗി. എനിക്ക് അതാണ് ഇഷ്ടം, വിരിഞ്ഞതിനേക്കാൾ അതാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതെല്ലാം ഞാൻ പോട്ടിലാണ് നട്ടിട്ടുള്ളത്. ഇതൊരു വെറൈറ്റിയാണ്, പക്ഷെ അതിൽ പൂവില്ല. ഒരുപാട് വെറൈറ്റി ഉണ്ട് കളക്ഷൻസിൽ. ചിലതിൽ മാത്രമേ പൂവിട്ടിട്ടുള്ളൂ, ഞാൻ പൂവിട്ടിട്ടത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ലാവൻഡർ കളർ, പർപ്പിൾ കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പൂവിട്ട ഫോട്ടോസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വലിയ കെയർ വേണ്ട പ്ലാന്റ് അല്ല ബോഗൻവില്ല, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ പൂന്തോട്ടത്തിൽ പല വെറൈറ്റി ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്, ഒരു റെഡിഷ് റോസ് കളറാണ് കേട്ടോ. ഇത് മുട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ലൈറ്റ് കളറിൽ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ട റോസാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വീട്ടിലെ ബോഗൻവില്ല കളക്ഷൻസ് ഉള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.